ചിമിഷായ്ക്ക് സുധാരിക്കട്ടെ. എൻ്റെ പേര് സജന ഡിബീൻ. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ഇതെൻ്റെ മകൾ ഇവാഞ്ചലിൻ ഡിബീൻ. ഇവൾക്ക് എപ്പിഡൈമോസിസ് ബുള്ളോസ എന്ന് പറഞ്ഞ ഒരു ജെനറ്റിക്കൽ ഡിസോർഡറാണ്, സ്കിൻ ഡിസോർഡറാണ്. വിയർപ്പ് ഗ്രന്ഥി വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവൾക്ക് ഫുൾ ബബിൾസ് വരുമായിരുന്നു ശരീരത്തിൽ. അതിൽ നിറച്ച് വെള്ളമായിട്ടുള്ള ബബിൾസ് ആയിരുന്നു. അത് പൊട്ടുമ്പോൾ സ്കിന്ന് ഫുള്ള് പീലായി പോവായിരുന്നു. ഇവളുടെ സ്കിന്ന് ഇങ്ങനെയായിരുന്നു മുമ്പ്. ഇതിങ്ങനെ ബബിൾസ് വന്ന് പൊട്ടിയിട്ട് പീലായിട്ടുള്ള റെഡ് കളറാണ്. ഇവള് ഇങ്ങനെ ഭയങ്കര ഹാർഡും ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നായിരുന്നു ഉള്ളത്. ഞങ്ങൾ ഒത്തിരി ട്രീറ്റ്മെൻറ്റ് കാണിച്ചു. ആ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തെങ്കിലും അവൾക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ ജൂലൈ മാസം ഇവിടെ വന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും ഫാമിലി ആയിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എന്നിട്ട് ഞങ്ങൾ സൗദിയിലാണ്. അപ്പോൾ ഇവൾക്ക് ഇവിടെ വരുന്നതിനേക്കാളും മുമ്പ് ഇവൾക്ക് ബബിൾസൊക്കെ വല്ലാതെ കൂടിയിട്ട് ഞങ്ങളൊരു 3 മാസം മുമ്പ് ഇവളെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ടൊരു ഡോക്ടറെ കാണിച്ചു. ആ ഡോക്ടർ സ്റ്റീരോയിഡ് സ്റ്റാർട്ട് ചെയ്തു. അത് പെട്ടെന്ന് ഇവൾ തടിയൊക്കെ വെച്ചു. ഇവൾ ഇതിൻ്റെ പകുതി വണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ഇവൾ തടി വെച്ചു. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു ഈ മെഡിസിൻ കഴിച്ച് തുടങ്ങിയപ്പോൾ ഇവൾ വല്ലാതെ തടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡോക്ടർ പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ പിന്നെ ഇവൾക്ക് വലിയ പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണാത്ത കാരണം ഞങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടറിനെയും പിന്നീട് വീണ്ടും കാണിച്ചു. അപ്പോൾ ഡോക്ടർ ഇവളെ കണ്ട വഴിക്ക് പറഞ്ഞു ഇവൾക്ക് സ്റ്റീരോയിഡ് സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? അപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ട, നമുക്ക് ആദ്യമുള്ള ബ്ലഡിൽ സ്റ്റീരോയിഡിൻ്റെ കണ്ടൻറ്റ് ചെക്ക് ചെയ്തിട്ട് അത് നോർമലാണെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ചെക്ക് ചെയ്തു. അവൾക്ക് 0.5 ഉണ്ടായിരുന്നുള്ളൂ. അത് അറ്റ്ലീസ്റ്റ് 3 എങ്കിലും വേണം എന്ന് പറഞ്ഞു ഡോക്ടർ. അല്ലെങ്കിൽ അഡിസൺ ഡിസീസ് പോലത്തെ ഒരു കണ്ടീഷനിലേക്ക് ആവും അവൾ പോവുക. പെട്ടെന്ന് BP കുറയും. പിന്നെ പനി, ഛർദി അങ്ങനെയൊന്നും വരാൻ പാടില്ല. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം തിരിച്ച് സൗദിയിലേക്ക് കൊണ്ടുപോയാൽ മതി, അവിടെ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുമെങ്കിൽ. ഞങ്ങളാണെങ്കിൽ ഇവൾക്ക് വിസിറ്റിംഗ് വിസയാണ്. അപ്പോൾ എനിക്ക് 3 മക്കളും കൂടി ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരുമിച്ചാണ് വിസ എടുത്തിരുന്നത്. അപ്പോൾ ഇവളെ കൊണ്ടുപോയില്ലെങ്കിൽ ആ 3 പേരുടെയും വിസയും അപ്പോൾ ക്യാൻസൽ ആവുമായിരുന്നു. ടിക്കറ്റും എല്ലാം എടുത്തായിരുന്നു. പിന്നെ അവൾ അവിടെ സ്കൂളിൽ പഠിക്കുകയാണ്, അവർക്ക് എക്സാമാണ്. അപ്പോൾ ഞങ്ങൾ ധൈര്യപൂർവ്വം അവളെ കൊണ്ടുപോയി. ദൈവസഹായം കൊണ്ട് അവൾക്ക് അവിടെ ഒരു പനിയോ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഇതിനു മുമ്പ് അവൾ ഈ പറഞ്ഞിരുന്ന ടാബ്ലറ്റ്സൊക്കെ കഴിച്ചിരുന്നെങ്കിലും വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി ഞങ്ങൾ ജൂലൈയിൽ എടുത്തു പോയി മരുന്ന് കഴിച്ചു. പിന്നെ ഒരു 1.5 മാസത്തിൻ്റെ ഉള്ളിൽ ഇവളുടെ സ്കിന്ന് മൊത്തം ഇങ്ങനെ പൊരി എന്ന് പറഞ്ഞാൽ മണൽത്തരി പോലെ കൊഴിഞ്ഞു വീണു. ഇവളതൊക്കെ ശേഖരിച്ച് ഒരു കുപ്പിയിലാക്കി വെച്ചു. എന്നിട്ട് അവൾ പറഞ്ഞു സാക്ഷ്യം പറയാൻ വരുമ്പോൾ അത് കൊണ്ടുവരുന്നത്. പക്ഷെ അവളിതിപ്പോൾ കൊണ്ടുവരാമെന്ന് മറന്നു. അത് കൊണ്ടുവന്ന് അവളുടെ ശരീരം ഞാൻ ഒരിക്കലും എൻ്റെ മോളെ ഞാനിങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പോഴും കുറച്ച് ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിലും അവളുടെ ശരീരം ഇപ്പോൾ ഒരുവിധം എന്താ പറയുക നമ്മുടെ പോലെ തന്നെ ആയിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇവൾക്ക് എന്നും പരാതിയായിരുന്നു, സ്കൂളിൽ കുട്ടികളില്ല, സ്മെല്ലാണ്, എൻ്റെ സ്കിൻ ഇങ്ങനെ ആയ കാരണം ആരും എന്നോടത്ത് വരുന്നില്ല, കൂട്ടുകിടുന്നില്ല എന്ന്. ഇപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവൾക്ക് ഇവളുടെ സ്കിൻ ഇങ്ങനെ ആയ കാരണം ഇപ്പോൾ കൂട്ടുകാരികൾ വന്നു തുടങ്ങി. അവൾ പറയും എനിക്ക് ഫ്രണ്ട്സ് ആയി തുടങ്ങി മമ്മി, എനിക്ക് സാക്ഷ്യം പറയണം. അവൾക്കാണ് ഭയങ്കര നിർബന്ധമായിരുന്നു, എനിക്ക് സാക്ഷ്യം പറയണം, എൻ്റെ മരുന്നുകൊണ്ടൊന്നും അല്ല ഇത് മാറിയെന്ന്, എനിക്ക് എൻ്റെ മാതാവാണ് ഇത് മാറ്റി തന്നത്, അതുകൊണ്ട് എനിക്ക് സാക്ഷ്യം പറയണം. ഞാൻ ഇവിടെ വന്ന് സിസ്റ്റർമാരെ കാണിച്ചപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇവൾ പറഞ്ഞു പറ്റില്ല, എനിക്ക് ഇപ്പം തന്നെ പറയണം, എനിക്ക് സാക്ഷ്യം പറഞ്ഞിട്ട് വേണം പോവാൻ. എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിരുന്നു. പിന്നെ ബബിൾസ് വരായിരുന്നു. എനിക്ക് കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഉടമ്പടിക്ക് പ്രാർത്ഥിച്ച് എൻ്റെ മാതാവ് എൻ്റെ അസുഖം മാറ്റി തന്നുകൊണ്ട് മാതാവിന് നന്ദി പറയുന്നു. അവളിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇവിടെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൽ ഞങ്ങളുടെ സ്ഥലം 2 വർഷത്തോളമായിട്ട് തരം മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളതിൻ്റെ പുറകെ തന്നെയായിരുന്നു. തരം മാറ്റി കിട്ടിയിരുന്നില്ല. പെട്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അതിപ്പോൾ ഒന്നും തരം മാറ്റി കിട്ടുമെന്ന്. പൈസയൊക്കെ അടയ്ക്കണം എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഇപ്പോൾ ഉടമ്പടി എടുത്ത് പോയി ഇതിപ്പോൾ ഒരു 1-2 മാസം കഴിഞ്ഞില്ല, ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തരം മാറ്റി. ഞങ്ങളൊന്നും അറിഞ്ഞു പോലും ഇല്ല. പെട്ടെന്ന് തരം മാറ്റാൻ കൊടുത്ത ഒരു ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ തരം മാറ്റി കിട്ടി, നിങ്ങളുടെയാണ് ആദ്യമായിട്ട് തരം മാറ്റി കിട്ടിയെന്ന്. പിന്നെ എനിക്ക് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരും മുമ്പ് എനിക്ക് ബ്രസ്റ്റിൽ ഒരു ചെറിയൊരു മുഴയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷം എനിക്ക് അങ്ങനെ ഒരു മുഴ വന്നു. അത് സർജറി ചെയ്ത് മാറ്റിയിരുന്നു.
അതിനുശേഷം ഈ ചെറിയ മുഴ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എപ്പോഴും ചെക്കിങ്ങും കാര്യങ്ങളായിരുന്നു. ഞാനത് ഉടമ്പടി വന്ന് പ്രാർത്ഥിച്ചായിരുന്നു, ദൈവമേ അത് ഒരു കുഴപ്പമില്ലാതെ മാറിപ്പോണേന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞങ്ങൾ സൗദിയിലേക്ക് പോണേക്കാളും മുമ്പ് അത് സ്കാൻ ചെയ്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, അവിടെ ഒരു പൂവും കായൊന്നുമില്ല, താൻ വെറുതെ ടെൻഷൻ അടിക്കുക, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് നന്ദി. ദൈവത്തിന്. ഞങ്ങൾ സൗദിയിലാണ്. അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾക്ക് അവിടെ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്കിലൂടെയൊക്കെ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമുണ്ട്, പൈസ ആവശ്യം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പൈസ അയക്കാറുണ്ട്. പിന്നെ അവിടെയുള്ള ഈ അവിടെ പാകിസ്ഥാനികൾ അങ്ങനെ കുറേ ആൾക്കാരുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ അവിടെ അവർ വിസയിലല്ലായിരിക്കും. അപ്പോൾ അവർക്ക് പൈസയൊക്കെ വേണമെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ വഴിയോരത്തൊക്കെ കാണുമ്പോൾ അവരെ സഹായിക്കാറുണ്ട്. പിന്നെ വിശുദ്ധ കുർബാനകളൊക്കെയും സൗദിയിലാണ് ഞങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ചയും വിശുദ്ധ കുർബാന അവിടെ കിട്ടുന്നുണ്ട്, അതിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വ്യാഴാഴ്ചകളിൽ അവിടെ കൊന്തയുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ അവിടെ ഒരു യൂണിറ്റിലെ പ്രസിഡൻ്റാണ് അദ്ദേഹം. അതുകൊണ്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ട് നടക്കുന്നു. പിന്നെ കുടുംബ പ്രാർത്ഥന മുമ്പൊക്കെയും സമയം ഉണ്ടാവാറില്ല, 12 മണിക്കൂർ ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ് ഒഴിവാവാറുണ്ട്. ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബ പ്രാർത്ഥന ചെറുതായാലും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന എല്ലാവരും ഒരുമിച്ച് ചൊല്ലിയും അങ്ങനെ ചൊല്ലാറുണ്ട്. ഈശോയുടെ